ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. സ്നേഹമുള്ളവരെ, കരിസ്മാറ്റിക് നവീകരണം സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച മുൻ ചെയർമാന്മാരെ പരിചയപ്പെടുന്ന ഈ പ്രോഗ്രാം മോസസ്. അതിൽ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട അബ്രഹാം പള്ളിവാതിൽക്കലച്ചൻ നവീകരണത്തിൽ എത്രത്തോളം ദൈവാശ്രയത്തോടെ ആണ് മുന്നിൽ നിന്നതിനെ നയിച്ചത് എന്ന് നാമുമായി പങ്കുവച്ചു. ഈ എപ്പിസോഡിൽ അദ്ദേഹം തൻ്റെ കരിസ്മാറ്റിക് നവീകരണ ദർശനങ്ങളെക്കുറിച്ച് നമ്മോട് ആഴത്തിൽ പങ്കുവയ്ക്കുന്നു. ഏവരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ഒരു ജനതയെ ഒന്നാകെ പുതിയൊരു സിഹിയോൻ അനുഭവത്തിലേക്ക് ആനയിച്ച ഈശോ സഭാ വൈദികൻ ഫാദർ അബ്രഹാം പള്ളിവാതുക്കൽ. ലോകമെങ്ങും കത്തിപ്പടർന്ന പരിശുദ്ധാത്മാഗ്നിയെ കേരളത്തിൽ ഉജ്ജ്വലിപ്പിച്ച അഭിഷിക്തൻ. പരിശുദ്ധാത്മാവ് തിരുസഭയിൽ സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയ ഒരു മാർഗദർശി. കൊല്ലം ബിഷപ്പായിരുന്ന ബഹുമാനപ്പെട്ട ജെറോം പിതാവിൻ്റെയും ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിൽ അച്ഛൻ്റെയും കാലടിപ്പാടുകളെ പിന്തുടർന്ന് നവീകരണ വഴിയെ സഞ്ചരിച്ച ഈ വൈദികൻ 1981 മുതൽ കേരള സർവീസ് ടീമിൻ്റെ ചെയർമാനായി സേവനം ചെയ്തു. KST എന്ന ആത്മീയ മുന്നേറ്റത്തിന് തനതായ ശൈലി രൂപീകരിച്ചത് ഈ വൈദികനായിരുന്നു. KSTയുടെ ആസ്ഥാനമായ കളമശ്ശേരിയിലെ എമ്മാവൂസിൻ്റെ ആരംഭവും ജീസസ് യൂത്തിൻ്റെ മുഖ്യ മാർഗദർശിയും ഈ വൈദികനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം ചുരിഞ്ഞ അനന്ത നന്മകളെക്കുറിച്ച് പള്ളിവാതിൽക്കലച്ചൻ നമ്മോട് പങ്കുവെക്കുന്നു. അച്ഛാ, എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി ഈ എപ്പിസോഡിലേക്ക് അച്ഛൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അച്ഛാ, നവീകരണത്തെക്കുറിച്ച് നമ്മൾ ആദ്യകാലങ്ങൾ മുതൽ പറയുന്നതും അച്ഛനൊക്കെ ജീവിതത്തിൽ അത് അനുവർത്തിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. നവീകരണം എന്നത്, കരിസ്മാറ്റിക് നവീകരണം എന്നുള്ളത് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ലഭിക്കലും അതേ തുടർന്ന് നവീകരണ വളർച്ച എന്ന് പറയുന്നത് ഈ ദൈവാനുഭവത്തിലുള്ള ഒരു യാത്രയാണ്. പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും ഒക്കെ ഐക്യപ്പെട്ട ഒരാൾ അയാളുടെ ജീവിതത്തിൽ നടത്തുന്ന യാത്രയാണ്. അങ്ങനത്തെ ഒരു നൂറുകൂട്ടം ദൈവാനുഭവങ്ങളാണ് ഒരാളെ നടത്തേണ്ടത്. അച്ഛൻ്റെ ഒരു ചില ദൈവാനുഭവങ്ങൾ, ഈ ഈശോയോടത്തുള്ള ഈ യാത്രയിൽ അച്ഛനുണ്ടായ ചില കൊച്ചു കൊച്ചു ദൈവാനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ത്രിയേക ദൈവത്തോടു കൂടിയുള്ള വാസം, ത്രിയേക ദൈവത്തോടു കൂടിയുള്ള നടപ്പ്, ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ തുടർച്ച, ഇതൊക്കെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ ക്രൈസ്തവ ജീവിതം ഇതാണ്, ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. അപ്പോൾ ദൈവത്തോടു കൂടിയുള്ള വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് മാത്രം പോരാ. നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലുന്നത് കൊണ്ട് ഞാൻ വിശ്വാസിയായെന്ന് പറയാനായിട്ട് സാധിക്കില്ല. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശീലിക്കുമ്പോൾ അപ്പോൾ മാത്രമേ ഞാൻ ഒരു വിശ്വാസിയായി തീരുന്നുള്ളൂ. ഇത് തന്നെയാണ് നവീകരണത്തിൽ സംഭവിക്കേണ്ടത്. ദൈവത്തെപ്പറ്റി പറയുന്നു, ദൈവസ്നേഹത്തെപ്പറ്റി പറയുന്നു, ദൈവം എവിടെയാണ് എന്ന് പല ആളുകൾക്കറിയാൻ പാടില്ല. ഞാൻ ചില വീടുകളിൽ ചെല്ലുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, മോനെ ഇവിടെ എത്ര പേരുണ്ട്? ഞങ്ങൾ 2 പേര്. ആരൊക്കെയാണ്? ആ ചേട്ടനും ഞാനും. അപ്പം നിനക്ക് അപ്പനും അമ്മയില്ലേ? ആ, അപ്പനും അമ്മയുണ്ട്. വേറെ ആരുമില്ല വീട്ടിൽ? ജോലിക്കാരത്തിയുണ്ട്. അപ്പോൾ എത്ര പേരായി? 5 പേര്. അടുത്ത ചോദ്യം ഇതാണ്,
നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? അതെന്താ അച്ഛൻ ചോദിക്കുന്നത്? ഇതവിടെ കണ്ടില്ല പടം വെച്ചിരിക്കുന്നത്. ആ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വേറൊരാളോട് കാണണമല്ലോ. ഈശോ ഇല്ലാത്ത ക്രിസ്ത്യാനിയുണ്ട്. ഈശോയുണ്ട്. അപ്പോൾ ഈശോ എവിടെയാ? അത് പടത്തിലുണ്ടല്ലോ ഈശോ അവിടെ. അപ്പോൾ ഈശോയോട് കൂടിയുള്ള വാസമാണ് ക്രൈസ്തവ ജീവിതം. എമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം നമ്മെ നയിക്കുന്നില്ലെങ്കിൽ അത് ആ പരിശീലനത്തിന് ഒരർത്ഥമില്ലെന്ന് ഞാൻ പറയും. കരിസ്മാറ്റിക് നവീകരണം ശരിക്കും ആ ഒരു യാത്രയ്ക്ക് മനുഷ്യനെ സഹായിക്കുകയാണ് ചെയ്തത്. വിശ്വാസ ജീവിതത്തിൽ ഈശോയോടൊത്ത് എങ്ങനെ നടക്കാം അല്ലെങ്കിൽ നടക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അച്ഛൻ ഈശോയോട് ഒത്ത് നടക്കാൻ ശ്രമിക്കുന്നയാളാണ് അച്ഛന്. എനിക്ക് ആദ്യകാലങ്ങളിൽ വലുതായിട്ടുള്ള ഒരു അനുഭവം ഇല്ലായിരുന്നു. തീർച്ചയായും. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ, അടുത്ത ഒരു 10-15 വർഷമായിട്ട് ഞാൻ പറയും, പരിശുദ്ധ ത്രിത്വത്തിൽ ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും ആ ബന്ധത്തിൽ വളരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈശോയുമായിട്ടുള്ളത്. ഈശോയെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് മാമോദിസയിലൂടെയാണ്. അന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു, പക്ഷേ വിശ്വാസ പരിശീലനത്തിലൂടെ അതെനിക്ക് കിട്ടി. പക്ഷെ അത് ഒരു തിയറി ആയി മാത്രം നിൽക്കാതെ ഈശോയോട് കൂടി ഞാൻ നടക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ട്. കൊച്ചിലെയൊക്കെ ഞങ്ങൾ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്, ദൈവമെൻ്റെ കൂടെയുണ്ട്, ദൈവമെൻ്റെ ഉള്ളിലുണ്ട്, ദൈവമെൻ്റെ മുകളിലുണ്ട്, ദൈവമെൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ ദൈവത്തിലാണ് ഞാൻ വസിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്ന പോലെ വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ് ഇൻ ഹിം. നാം അവനിൽ വസിക്കുന്നു, അവനിലായിരിക്കുന്നു, അവനിൽ ചരിക്കുന്നു. ഈ ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് ഇന്ന് ഞാൻ കൂടുതൽ വരുന്നുണ്ട്. ഈ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നുമുണ്ട്. കാരണമായിട്ട് അടുത്ത കാലത്ത് ഒരാൾ ഇംഗ്ലണ്ടിന് പോയി. ഇംഗ്ലണ്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇംഗ്ലണ്ടിന് പോവുകയാണെന്ന് പ്രാർത്ഥിക്കണം, എന്നെ ഒന്ന് ആശീർവദിച്ച് വിടുക. ഞാൻ ചോദിച്ചു, മോളെ ആരാണ് എൻ്റെ കൂടെ വരുന്നത്? എൻ്റെ മോൻ വരുന്നുണ്ട്, മോൻ്റെ ഗ്രാജുവേഷന് പോവുകയാണ്. ആ നല്ല കാര്യം. വേറെ ആരെങ്കിലും ഉണ്ടോ? പ്ലെയിനിലുള്ള എത്രയോ പേരുണ്ട്. നീ ഒരു VIP മറന്നുപോയില്ല. അത് പറയേണ്ട ആവശ്യമുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ടാണ് അത് പറയേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ, ഒരു സമർപ്പിതനാണെങ്കിൽ എൻ്റെ കൂടെ കർത്താവുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ ഞാൻ ജീവിക്കണം. പൗലോസ് പറയുന്ന പോലെ, ഇപ്പോൾ കണ്ണാടിയിൽ എന്ന പോലെ നാം കാണുന്നത്, പക്ഷേ മുഖാഭിമുഖം കാണാൻ സമയം വരും. പക്ഷേ ഈ അനുഭവം കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും. അതിൻ്റെ ഫലമായിട്ട് ഈശോയുടെ ചലഞ്ച് ഞാൻ സ്വീകരിക്കുന്നു, ഈശോയെ പോലെ ഞാൻ ജീവിക്കുന്നു, ഈശോയുടെ മനോഭാവത്തോടു കൂടി, ഈശോയുടെ ജീവിതശൈലി ഉൾക്കൊണ്ടുകൊണ്ട്, ഈശോയുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമായിരിക്കെ, ദൈവത്തോട് സമാനനായിരിക്കെ, ആ സമാനത മുറുകെ പിടിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച ഈശോ. അപ്പോൾ ഈശോയോട് കൂടി ഞാൻ നടക്കുകയാണെങ്കിൽ ആ ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹവും, ജീവന് തുല്യം സ്നേഹിക്കുന്ന സ്നേഹവും, കറകളഞ്ഞ സ്നേഹവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴല്ലേ ചില ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നു. ചില സാധാരണ മനുഷ്യർ അവരുടെ വീട്ടിലെ ചില പ്രതിസന്ധികളാവാം, അതൊരു അവർ ഈശോയോട് കൂടി നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമല്ലേ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സഹിക്കുന്നു. അത്രയും നല്ലതാണ്. പക്ഷേ അതിൽ വളരുന്നില്ല എങ്കിൽ അത് ചുമ്മാ അതൊരു ജാർഗനായിട്ട് പോവുകയുള്ളൂ. ഈശോയെ ഞാൻ വിളിക്കുന്നു, ഞാൻ സുഹൃദേവൻ ചെല്ലുന്നു, ഈശോയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നു. അതൊരു ജാർഗനായിട്ട് വളരണം. അതിൽ നിന്നും വളരണം. തീർച്ചയായിട്ടും ഈശോ എന്നിലുണ്ട്, ഈശോ എൻ്റെ സഹോദരിയിലുമുണ്ട്, ഈശോ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ ബോധ്യം എനിക്കുണ്ടാവണം. അപ്പോൾ എവിടെ തിരിഞ്ഞാലും 24 hours a day he is with me. സദാ യേശുവിനോടൊത്തുള്ള ജീവിതമാണ് യഥാർത്ഥമായ നവീകരണ ജീവിതമെന്ന് ഈ വൈദികൻ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ അനുദിനം വിശുദ്ധിയിൽ ജീവിച്ച്
കൂദാശാ ജീവിതത്തിലൂടെ അവിടുത്തെ പിന്തുടരുവാൻ ഈ അഭിഷക്തൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പുതിയ കാലഘട്ടത്തിനു വേണ്ട സുവിശേഷ പ്രഘോഷണ മുന്നേറ്റങ്ങൾക്ക് വ്യക്തിപരമായ വിശുദ്ധ ജീവിതം അത്യന്താപേക്ഷിതമാണെന്ന് ബഹുമാനപ്പെട്ട പള്ളിവാതിക്കൽ അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛാ, ഈ അച്ഛനെ അടുത്ത് പരിചയമുള്ള ധാരാളം ആളുകൾ പറയുന്നൊരു കാര്യം, അച്ഛൻ ഒരു സ്നേഹിക്കുന്ന അപ്പനായിട്ടാണ് പലർക്കും അച്ഛനെ മനസ്സിലായിട്ടുള്ളത്. അച്ഛൻ കാര്യം നവീകരണത്തിൽ ചെയർമാനായിരുന്നു. പക്ഷേ അച്ഛൻ ഒരു അധികാരിയേക്കാൾ ഉപരി ഒത്തിരി ആളുകൾക്ക് അനുഭവിച്ചിട്ടുള്ളത് അച്ഛനൊരു സ്നേഹിക്കുന്ന അപ്പനായിട്ടാണ്. ഞാൻ ഈ സമയത്ത് അതിൻ്റെ ഒരു കാരണം, എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു കാരണം അച്ഛൻ നന്നായി ഒരു ദൈവത്തിൻ്റെ സ്നേഹം അച്ഛൻ വ്യക്തിപരമായി അനുഭവിക്കുന്നുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പ്രാർത്ഥനയിലൂടെയാണെങ്കിലും വചനത്തിലൂടെയാണെങ്കിലും അച്ഛനൊരു വ്യക്തിപരമായി അച്ഛൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. ആ സ്നേഹമാണ് അച്ഛനിലൂടെ സ്നേഹമായി ഒഴുകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ ഒരു ദൈവസ്നേഹാനുഭവത്തെ പറ്റി. ഞാൻ ഒരു സെലിബ്രേറ്റ് വൈദികൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ആശയം പറഞ്ഞതിന് ശേഷം ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ അനുഭവം പറയാം. സെലിബ്രേറ്റ് വൈദികൻ എന്ന നിലയിൽ ഓരോ ദിവസവും എൻ്റെ ലൈംഗികതയെ എന്നെ മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? തമ്പുരാൻ ഒരു വലിയ ഗിഫ്റ്റ് എനിക്ക് തരുന്നു. എനിക്ക് സ്വന്തമായ കുടുംബമില്ല, സ്വന്തമായ സ്ത്രീയില്ല, സ്വന്തമായ കുഞ്ഞുങ്ങളില്ല. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവതൃക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് സെലിബസി എന്ന ദാനത്തിലൂടെ ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും എൻ്റെ കുഞ്ഞാണെന്നുള്ള ബോധ്യം ദൈവം എനിക്ക് തരുന്നു. ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും എൻ്റെ സഹോദരനും സഹോദരിയുമാണെന്നുള്ള ബോധ്യം തരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? മനസ്സിലായി? ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഇത് വൈദികർക്ക് മാത്രമുള്ളതല്ല, വിവാഹിതരായ നിങ്ങൾക്കും ഇതുണ്ട്. സെലിബസി നിങ്ങളും പരിശീലിക്കുന്നുണ്ട്. ഏകഭാര്യയോടുകൂടി ജീവിക്കുമ്പോൾ അത് സെലിബസിയാണ്. അതെ, ഈ നവീകരണ ജീവിതമെന്നത് ഒരു ആത്മസമർപ്പണമാണ്. സർവവും സമർപ്പിച്ചുള്ള ഒരു യാത്ര. ഉള്ളിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഹൃദയഭാരവും മുൻപിൽ ക്രൂശിതന്റെ കാലടിപ്പാടുകളും. സ്വയം എരിഞ്ഞു തീരുന്ന മെഴുകുതിരി നാളം പോലെ സുവിശേഷ സാക്ഷ്യം നൽകി സമൂഹത്തിൽ ജീവിക്കാനുള്ള വെല്ലുവിളി. അവസാന തുള്ളി രക്തവും നമുക്കായി നൽകിയ ദൈവപുത്രന് മുൻപിൽ ഞാനെന്ന ഭാവം വിടിഞ്ഞ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ മേലങ്കി ധരിക്കാനുള്ള വെല്ലുവിളി. അതെ, ഇതായിരുന്നു ഈ വൈദികന്റെ കാലടിപ്പാടുകൾ നമുക്ക് നൽകുന്ന വർണ്ണചിത്രങ്ങൾ. അച്ഛനൊരു ആദ്യകാല കരിസ്മാറ്റിക്കാണ്, ഇപ്പോഴും കരിസ്മാറ്റിക്കാണ്. അച്ഛന് തീർച്ചയായിട്ടും പറയാൻ അവകാശമുണ്ട്, അച്ഛൻ പറയേണ്ടവനുമാണ്. ഒരാളൊരു കരിസ്മാറ്റിക് ആണെന്ന് പറയുമ്പം അച്ഛൻ അയാളിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു? മുമ്പേ പറഞ്ഞ ദൈവത്തോടു കൂടി നടക്കുക, ദൈവസന്നിധിയിൽ ജീവിക്കുക, ഒരു അവയർനെസ്സോട് അവബോധത്തോടു കൂടി. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവമകനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി. പിന്നെ വത്സല മകൻ എന്ന പോലെ, മകൾ എന്ന പോലെ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ജീവിതമാണത്. സ്നേഹം, സന്തോഷം, സമാധാനം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത മുതലായവയൊക്കെ. അപ്പോൾ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഇത് നിർഭാഗ്യവശാൽ നടക്കുന്നില്ല. ഇനി അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. കൂടുതൽ പക്വതയുള്ള ക്രൈസ്തവരെ വളർത്തിക്കൊണ്ടുവരിക. അച്ഛാ, ഒത്തിരി അൽമായർ, പ്രത്യേകിച്ച് ഈ കുടുംബസ്ഥരായ ധാരാളം അൽമായർ ഇങ്ങനത്തെ ഒരാളെക്കുറിച്ച് കേട്ടിരിക്കുന്നത്, അദ്ദേഹം നവീകരണ ധ്യാനം കൂടുന്നതിന് മുൻപ് വീട്ടിലെ പുലിയായിരുന്നു. നവീകരണ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വചനത്തിൽ അങ്ങോട്ട് മുങ്ങി. അയാൾ വളരെ സാധു മനുഷ്യനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഭരിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ അപ്പോഴും വളരെ സന്തോഷവാനായി. ആ ഭാര്യ
തനിക്ക് ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകുന്നിടം വരെ, അത് കൊല്ലങ്ങൾ എടുത്തു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുവരെ അയാൾ ഒരു ദാസനെ പോലെ അയാൾ നിന്നു. അങ്ങനെ അങ്ങനെയുള്ള അപൂർവം ചില വ്യക്തികളുണ്ട്. നമുക്കറിയാമല്ലോ, തോമസ് അതെ അതെ 27 വർഷം തളർന്ന് കിടന്ന ആ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആവലാതിയും പറയാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചരിത്രത്തെ മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അതായത് കല്യാണം പറഞ്ഞ അവസരത്തിൽ അപ്പന് എറണാകുളത്ത് ജോലിയായിരുന്നു, ഷിപ്പ്യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പേയിങ് ഗസ്റ്റായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിലെ പെണ്ണെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അവൾ BA പാസ്സായി, സെൻറ്റ് ട്രീസാസിൽ നിന്ന് BA പാസ്സായ ബീന. അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവന് നോക്കിയിട്ട് വലിയ താല്പര്യം തോന്നിയില്ല. അതായത് അന്നത്തെ കാലത്ത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം പറയുന്നതിന് എതിര് പറഞ്ഞാൽ ഔട്ട്, വീട്ടിന് പുറത്താണ്. അവൻ പറഞ്ഞതനുസരിച്ച് കല്യാണം കഴിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ രോഗിയായി. 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. 4-ാം മാസത്തിൽ അവൾ രോഗിയായി. എറണാകുളത്തുള്ള സകല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് പിടികിട്ടിയില്ല. അവസാനം വെല്ലൂർ പോയി 10-12 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോഴേ അവർ കണ്ടുപിടിച്ചത് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞൊരു രോഗമാണ്. അതിൻ്റെ അനന്തരഫലം എന്നാന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവനും ഈ പെണ്ണ് തളർവാദ രോഗിയായിരിക്കും. അവളുടെ സൈക്കോളജിക്കൽ ഏജ് 22-ൽ നിന്ന് 12-ലേക്ക് 10-ലേക്ക് മാറും. ഇത് കേട്ട ഉടനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു, ഇവിടെ നമുക്ക് വിട്ടേച്ച് പോവാം, നിനക്ക് വേറെ പെണ്ണ് കിട്ടൂടാ. ഞാൻ കേട്ടിരിക്കുന്നത് ബീന ചേച്ചിയുടെ വീട്ടുകാർ പോലും തോമസേട്ടനോട് ബീനയുടെ അമ്മ പോലും ആവശ്യപ്പെട്ടു, എന്തിനാ വലിയ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തുളയ്ക്കുന്നത്, ഞാൻ അവളെ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഒറ്റപ്പിടിയാലെ നിന്നു. എൻ്റെ ദൈവം എനിക്ക് തന്ന ബീനായെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതിൻ്റെ പരിണത ഫലം എന്താണ്? 27 വർഷം അവളെ ശുശ്രൂഷിക്കേണ്ടി വന്നു. തോമസേട്ടൻ്റെ മുഖത്ത് ഒരിക്കലും മാറ്റം ഉണ്ടായിട്ടില്ല. അതുതന്നെയല്ല, അവളെ ശുശ്രൂഷിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് ഇടവകയിലും നവീകരണത്തിലും ഒക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒരു പരാതി. അതുപോലെയുള്ള വ്യക്തികൾ വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും മഷിയിട്ട് നോക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത്. പക്ഷേ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ശരിക്കും കരിസ്മാറ്റിക് നവീകരണം എന്ന് പറഞ്ഞാൽ ഇത്തരം വ്യക്തികളെ രൂപപ്പെടുത്തൽ തന്നെയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് നയിക്കണം. പക്ഷേ പല ആളുകളും പറയും ഇതൊരു യുട്ടോപ്യൻ ആശയമാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, ഇന്നത്തെ ലോകമല്ലേ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങനെ ജീവിക്കുന്നതൊക്കെ. പക്ഷേ ഇവിടെ സത്യസന്ധമായി ജീവിക്കുന്ന തോമസിനെ പോലെ വേറെ ഒരു ഡോക്ടർ റീന എനിക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ 3 വർഷം ടെറസിൽ നിന്ന് വീണ ഭർത്താവ് പെടലി ഒടിഞ്ഞ് കിടന്നു. 3 വർഷം ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് തളർന്ന് കിടന്നു. ആ 3 വർഷം രാപ്പകലില്ലാതെ അവനെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യ അവൻ മരിച്ചു 1 വർഷം മുമ്പ്. ഇതുപോലെ അപൂർവം ചില വ്യക്തികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് വിശുദ്ധിയുടെ കൊടുമുടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം ഇതുപോലെയുള്ള വ്യക്തികളെ നമുക്ക് മാതൃകയായിട്ട് തരുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ മുക്കുടിയനായ ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. അച്ഛാ, ശരിയായിട്ടും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഇതുപോലെ നല്ല രൂപീകരണം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നല്ല കറ തീർന്ന മനുഷ്യരെ നവീകരണം പതുക്കെ രൂപപ്പെടുത്തി ചെത്തി മിനുക്കിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ചെത്തി മിനുക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു അത്ഭുതം, ശരിക്കും കരിസ്മാറ്റിക് നവീകരണമാണ് കലവറയില്ലാതെ കൊടുക്കാൻ മനുഷ്യരെ പഠിപ്പിച്ചത്. ഈ ദശാംശം എന്ന വാക്ക് പോലുമല്ല, അതിനും അപ്പുറത്ത് തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാൻ. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്, അവർക്കാകെപ്പാടെ അവിടെ ഉള്ളത് 2 മുറിയാണ്. കൊച്ചുങ്ങളെയും ആയിട്ട് താമസിക്കുന്ന ആ വീട്ടിൽ അവർ ആ പ്രദേശത്തുള്ള മാനസിക രോഗികൾ അലഞ്ഞിരിഞ്ഞ് നടക്കണം, അവരെയൊക്കെ അവിടെ പാർപ്പിക്കും കയറ്റി. ചിലർ കുറേ നാൾ അവിടെ നിൽക്കും. അല്ല, അതൊരു കലവറയില്ലാത്ത, ദൈവത്തിന് തങ്ങൾക്കുള്ള സൗകര്യം അങ്ങ് ദൈവത്തിന് കൊടുക്കുന്നു. അതുപോലെ തങ്ങൾക്കുള്ള പണം ദൈവത്തിന് കൊടുക്കുന്നു. അത് നവീകരണം കേരളത്തിൽ സമ്മാനിച്ച ഒരു വലിയ. തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ദൈവത്തോടു കൂടി നടക്കുമ്പോൾ
ദൈവ സ്വഭാവത്തിൽ വളരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നവരാകും. ഈ ദശാംശം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഇച്ചിരി ഒന്ന് പുച്ഛിച്ച് തള്ളാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ തൃശ്ശൂർ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ ബാറ്റ്ലി ഇന്ന് അദ്ദേഹം ഒരു കപ്പിച്ചൻ ഫാദറാണ് ജലന്ധറിൽ. അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഈശോ പറഞ്ഞത് ദശാംശത്തെ പറ്റിയല്ലല്ലോ, ഈശോ പറഞ്ഞത് 50% കൊടുക്കണമെന്നല്ലേ? അപ്പോൾ തൃശ്ശൂർ ഒരു കോൺഫറൻസിൽ വെച്ച് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ നിനക്ക് തെറ്റ് പറ്റിയതാണ്. ഈശോ അല്ല അത് പറഞ്ഞ, സ്നാപയോഹനാനാണ് പറഞ്ഞത്. നിനക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കുക, ഭക്ഷണ സാധനങ്ങളുള്ളവന്. ഈശോ കാണിച്ചു തന്നത് വിധവയുടെ കൊച്ചു കാശ, നിനക്കുള്ള മുഴുവനും നൽകാനാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ ഇനിയും അതിലേക്ക് വന്നിട്ടില്ല. നോക്കുകുത്തികളായിട്ട് കുറേ ആൾക്കാരുണ്ട്, അവിടെ ഇവിടേക്ക് മുഴുവനും നൽകുന്ന ആൾക്കാർ. പക്ഷേ നവീകരണം കൊണ്ട് വളരാത്ത ഒരു 5% ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. വളരാത്ത സാമ്പത്തികമായിട്ട് പോലും അഭിവൃദ്ധിപ്പെടാത്ത ആൾക്കാർ. അപ്പോൾ സാമ്പത്തികമായി പോലും നമ്മൾ വളർന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ശരിയായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തമ്പുരാന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ടോ? ദൈവമക്കൾക്ക് നൽകുന്നുണ്ടോ? അത് പോരാ എന്നാണ് ഞാൻ പറയുക. കൂടുതലായിട്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് നമ്മുടെ എവാഞ്ചലൈസേഷൻ്റെ ഒരു ഭാഗമാണിത്. എവാഞ്ചലൈസേഷനെ പറ്റി കഴിഞ്ഞ വർഷം പൂനെയിലുണ്ടായിരുന്ന ഒരു സെമിനാറിൽ വെച്ച് നമ്മുടെ ഇൻ്റർനാൻഷിയോ അദ്ദേഹം പറഞ്ഞതാണ്, എവാഞ്ചലൈസേഷൻ ബിഗിൻസ് വിത്ത് ഗിവിങ്. സ്വയം നൽകുന്നതിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുക. ഇന്ന് ഭാരതത്തിൽ 2.5% ക്രൈസ്തവർ മാത്രമുള്ളെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മളെ ശ്രവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്, നമ്മളുടെ ആർത്തിയും ആസക്തിയും തീർന്നിട്ടില്ല. മനസ്സിലായോ? കൈയയച്ച് സഹായിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങും. ഇന്ന് രാവിലത്തെ മനോരമയിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, പൂനെയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ജഡ്ജ് 25 വർഷം മുമ്പ് തീർക്കേണ്ട ഒരു കേസ് തീർക്കാതെ, അവരുടെ ഔദ്യോഗികമായ രേഖകളുടെ അഭാവം കൊണ്ട് തീർക്കാതിരുന്ന കേസ് 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തു കൊടുത്തു. സംതിങ് ബ്യൂട്ടിഫുൾ. തൊടുപുഴ ഒരു അമ്മമ്മ അവരുടെ 85ാമത്തെ ബർത്ത്ഡേക്ക് തലേ വർഷം അപ്പാപ്പൻ മരിച്ചപ്പോഴത്തേക്ക് വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്ന 25 സെൻറ്റ് സ്ഥലം 5 കുടുംബങ്ങൾക്കായിട്ട് കൊടുത്തു. സംതിങ് ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ഒത്തിരി മനുഷ്യർ തങ്ങൾക്കുള്ളത്, ഈ ദശാംശം എന്നുള്ള വാക്ക് പോലും വിട്ടിട്ട് തങ്ങളുടെ സൗകര്യം, ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും തങ്ങളുടെ വീട് മുഴുവനായി തുറന്നിട്ടിരിക്കുന്ന വീടുകളുണ്ട്. ചില മലയാളി വീടുകൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ പറയാം. നോക്ക്, ഞങ്ങളുടെ വീട്ടിലെ സൗകര്യം, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾക്കുള്ളത് അതെല്ലാം തുറന്നിട്ടിരിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കരിസ്മാറ്റിക് നവീകരണം ധ്യാനം കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദൈവാനുഭവം വഴി ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ഇത് ധാരാളമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ പോരാ എന്നാണ് ഞാൻ പറയുക. ഞാൻ ഇച്ചിരി ഐഡിയലിസ്റ്റാണ് കാര്യത്തിൽ. പോരാ, ഇനിയും നമുക്ക് വളരേണ്ടതായിട്ടുണ്ട്. ഇനിയും ദൈവം തന്നത് സമയവും സാവകാശവും സമ്പത്തും കഴിവുകളുമൊക്കെ അത്യാവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ആവശ്യക്കാരനുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. അല്ല, ഒരു കാര്യമുള്ളത്, കർത്താവിന് വേണ്ടി ആരെങ്കിലും കൊടുത്താൽ അവനൊരിക്കലും നഷ്ടം വരില്ല. ഇപ്പം നമ്മുടെ ജീസസ് യൂത്ത് പോലും 1 ഇയർ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്ന ഫുൾ ടൈമേഴ്സ്, അവരുടെ എല്ലാം ജീവിതം പിന്നീട് കാണുന്നത് ഈ രാവും പകലും പോലെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5% ആൾക്കാർ മാത്രമേ വളരാത്തവരുള്ളൂ. ആ രീതിയിൽ സാമ്പത്തികമായിട്ട് പോലും പഠനത്തിലും എല്ലാ കാര്യങ്ങളിലും PhD പഠിക്കുന്നവരുണ്ട്, MBA പഠിക്കുന്നവരുണ്ട്, PGക്ക് പോകുന്നവരുണ്ട്. എല്ലാം സുലഭമായിട്ട് നടക്കുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ. ഇതിനിടയിൽ ഒരു വ്യക്തിപരമായ ചോദ്യം. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണാനുഭവത്തിലേക്ക് വന്നപ്പോൾ അച്ഛനൊരു ഒരു വേറിട്ടൊരു ആധ്യാത്മികതയിലേക്ക് അച്ഛൻ കടന്നു വന്നു. ഓക്കെ. അച്ഛൻ സംതൃപ്തനാണോ? അച്ഛൻ്റെ സമയവും ആരോഗ്യവും കർത്താവിന് കൊടുത്തു എന്ന കാര്യത്തിൽ അച്ഛൻ സംതൃപ്തനാണ്? തീർച്ചയായിട്ടും. ഈ 76-ാം വയസ്സിലും എനിക്ക് ഓടി നടക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ സംതൃപ്തിയുടെ
പിൻബലത്തിലാണ്. അച്ഛനൊന്നും പിടിച്ചു വെച്ചില്ല. ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല. Praise the Lord. ഒരു തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഒരു ജനറോസിറ്റി, ഔദാര്യത്തോടെ. അല്ല, അച്ഛനെ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അച്ഛനൊന്നും ഇല്ലാത്ത അച്ഛനാണ്, പക്ഷേ അച്ഛൻ ഭയങ്കര ധാരാളം സമ്പന്നനാണ്. അച്ഛൻ കൊടുക്കുന്നവനാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഈയിടെ എക്സ്പാൻഡിൻ്റെ ജൂബിലി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മനോജ് സണ്ണി പറഞ്ഞു, അച്ഛന് ബാറിൽ വെച്ച് ഒരാളൊരു വാഷിംഗ് മെഷീൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു റിതം ബോക്സ് ഞങ്ങൾക്ക് മേടിച്ചു തന്നെന്ന്. അത് 25 വർഷം മുമ്പാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തമ്പുരാനെ എനിക്കൊന്നുമില്ല, ഇപ്പം ശവപ്പെട്ടി വെച്ചുകൊണ്ട് ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് രക്ഷിക്കുന്നത്? ഓരോ വർഷം ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. ഈ കഴിഞ്ഞ ദിവസവും ഒരു വലിയ ഷേവിങ്സ് ക്രീമും ഒരു 5-6 ഈ ഡിസ്പോസബിൾ ബ്ലേഡും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ എടുത്ത് കൊടുത്ത വേറെ ആവശ്യക്കാരന് കൊടുത്തു. അപ്പോൾ ഒരു സാധനം പോലും ഞാനങ്ങനെ സൂക്ഷിക്കാറില്ല. പക്ഷെ അതിനനുസരിച്ച് അച്ഛൻ സമ്പന്നനുമാണ്. അതെ, തീർച്ചയായിട്ടും മഹാസമ്പന്നൻ. എനിക്ക് യാതൊരു തരത്തിലുള്ള ലോഭം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കാര്യത്തിൽ. ഗോഡ് ഈസ് ജനറസ്. അല്ല, ഇത്തരം ചില ആഴമുള്ളതും വളരെ ഷാർപ്പായതുമായ ചില ദൈവാനുഭവങ്ങൾ തന്നെയാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരേണ്ടത്. അപ്പോൾ ഇത് ഒരു ഭക്തി പ്രസ്ഥാനം ആയിത്തീരാതെ മനുഷ്യനെ വെല്ലുവിളിക്കുന്ന, മനുഷ്യർക്ക് നോക്കി അനുഗമിക്കാൻ പ്രാപ്തിയുള്ളൊരു മുന്നേറ്റമായിട്ട് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വളരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ആഗോള സഭയ്ക്ക് സമ്മാനിച്ചത് വ്യക്തിപരമായ ദൈവാനുഭവത്തിൽ വളരുന്ന മനുഷ്യരെയും അവരുടെ കൂട്ടായ്മകളുമാണ്. അത്തരം വ്യക്തികളും കൂട്ടായ്മകളുമാണ് ഈ കാലയളവിൽ സഭയെ സ്വാധീനിച്ചത്. നമ്മൾ ബഹുമാനപ്പെട്ട പള്ളിവാക്ലസിനിലൂടെ നവീകരണത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ചില ഭാവങ്ങളെക്കുറിച്ചും അത്തരം ഭാവങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അച്ഛൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും കേൾക്കുകയായിരുന്നു. കൂടുതൽ ആഴമുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും അച്ഛനെ കാണണം, അച്ഛനെ കേൾക്കണം. അതുവരെ അച്ഛ, എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പേരിൽ അച്ഛന് ഹൃദ്യമായ നന്ദി. തികഞ്ഞ പക്വതയോടെ നവീകരണ ജനതയെ മുന്നോട്ട് നയിച്ച ഈ വൈദികന്റെ അനുഭവം തുടരുന്നു. ഇന്ന് ആഗോള സഭയിൽ മലയാളികൾ നേതൃത്വം നൽകുന്ന എല്ലാ നവീകരണ മുന്നേറ്റങ്ങളുടെയും പ്രവർത്തന ശൈലിക്ക് നിയതമായ രൂപവും ഭാവവും നൽകിയ പുരോഹിതൻ, ഇന്നും യൗവനം കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്തുശിഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഒന്നും പ്രതീക്ഷിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച ഒരു സുവിശേഷ വയലിലെ വേലക്കാരൻ്റെ ജീവിതാനുഭവങ്ങൾ. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം, ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ, ഒരു നാളും അകറ്റുകില്ലെന്നേ, കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും അകറ്റുകില്ലെന്നേ, ഒരു നാളും അകറ്റുകില്ലെന്നേ, കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം, ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകും.